ശബരിമല ആഗോള അയ്യപ്പ സംഗമം സെപ്റ്റംബറിൽ നടക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ. ആഗോള അയ്യപ്പ ഭക്തരെ ഒരു വേദിയിൽ എത്തിക്കുകയാണ്. സംഗമത്തിനെത്തുന്നവർക്ക് ദർശന സൗകര്യം ഒരുക്കുമെന്നും മന്ത്രി പറഞ്ഞു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംസ്ഥാന ഗവൺമെന്റും ചേർന്ന് ശബരിമല കേന്ദ്രീകരിച്ച് ഒരു ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. പ്രധാനമായും സെപ്റ്റംബർ മാസം 3-ാം വാരത്തിലാണ് അത് സംഘടിപ്പിക്കുക. തത്വമസി എന്ന സന്ദേശം ശബരിമലയുടെ കവാടത്തിൽ ദർശനത്തിനെത്തുന്ന ഏതൊരു ഭക്തരും ആദ്യം കാണുന്ന സന്ദേശമാണ്. വിശ്വമാനവതയുടെ സന്ദേശമാണ് ശബരിമല ഉയർത്തുന്നത്. ആ വിശ്വമാനവയുടെ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ആഗോള അയ്യപ്പ ഭക്തരെ ഒരു വേദിയിൽ കൊണ്ടുവരിക എന്നത് ആത്മീയ, സാംസ്കാരിക, സാമൂഹിക, ധാർമ്മിക സംഗമം എന്ന രൂപത്തിലേക്ക് അത് ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് ലക്ഷ്യം. വിവരങ്ങളുമായി സിജോ വി ജോൺ ഉണ്ട്. സിജോ, എന്തൊക്കെയാണ് ഈ സംഗമത്തിന്റെ ലക്ഷ്യം? എന്തൊക്കെ കാര്യങ്ങളാണ് മന്ത്രി പറയുന്നത്? ആഗോള അയ്യപ്പ ഭക്തരെ ഒരു വേദിയിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നത്. സെപ്റ്റംബർ 3-ാമത്തെ ആഴ്ച അത് തുറക്കുന്ന സമയം സെപ്റ്റംബർ 16 മുതൽ 21-ാം തീയതി വരെയാണ് നട തുറക്കുന്നത്. ആ ദിവസങ്ങളിലായിട്ടാണ് ഈ സംഗമം നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ ഇൻവൈറ്റ് ചെയ്യും. ഏകദേശം 3000-ഓളം ആളുകൾ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത്. ഇത്തരത്തിലെത്തുന്ന ആളുകൾക്ക് അവർക്ക് തലേദിവസം 2 ദിവസങ്ങളായാണ് നടക്കുക. തലേദിവസം അവർക്ക് ദർശനത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കും. പിറ്റേ ദിവസമാണ് ഈ സംഗമം നടക്കുകയും ചെയ്യുക. ഇതിനുള്ള ക്രമീകരണങ്ങൾ ഏകദേശം അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് വിവിധ വകുപ്പുകളുടെ ഒരു അവലോകന യോഗം ചേരുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ലോകത്തെ എല്ലാ മേഖലകളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തരെയും ഉൾപ്പെടുത്തിയായിരിക്കും ഇത് സംഗമം എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇതിന്റെ ഒരു പ്രാധാന്യം നമ്മൾ പറയുകയാണ് അല്ലെങ്കിൽ പലയിടങ്ങളിലും ഈ പറയുന്നത് പോലെ അതിന്റെയൊക്കെ വിശ്വാസത്തിന്റെയും ഭക്തിയുടെയും ഒക്കെ ആ കാര്യങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് പുതിയൊരു ചരിത്രം അല്ലെങ്കിൽ പുതിയ ചരിത്രം എന്ന രീതിയിൽ എഴുതപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പം ശബരിമലയിൽ അതൊരിക്കലും ഉണ്ടായിരുന്നെന്നുള്ളൊരു കാൽക്കുലേഷനാണ് സർക്കാരിനുള്ളത്. കാരണം അതിലെ ചരിത്രവും ഐതിഹ്യവും എല്ലാം ആളുകളെ കൃത്യമായി ബോധ്യപ്പെടുത്തുക, അത് ആളുകളിലേക്ക് പകർന്നു നൽകുക എന്നുള്ളൊരു ഉദ്ദേശമാണ് ഇതിനുള്ളത്. അതാണ് ഈ സംഗമവുമായി ബന്ധപ്പെട്ട കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വി എൻ വാസവൻ പറഞ്ഞത്, ഈ ഇവിടെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തെ നിലവറ തുറക്കുന്നുവെന്ന് സംബന്ധിച്ച് ചില മാധ്യമ വാർത്തകൾ വന്നിരുന്നു. അതിൽ ചില ആലോചന നടക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. അത്തരത്തിലുള്ള ഒരു ആലോചനകളും തങ്ങളുടെ ഭാഗത്തുനിന്നില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. അതെല്ലാം സുപ്രീം കോടതിയുടെ നിയന്ത്രണത്തിലാണ്. അതനുസരിച്ചായിരിക്കും കാര്യങ്ങൾ പറയുകയും ചെയ്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം. ശരി, സിജോ വി ജോൺ ആണ് വിവരങ്ങൾ നൽകിയത്.